ഹലോ. ആ കുഴപ്പമൊന്നുമില്ല അച്ഛാ, അവള് ജെയിംസാണ് അടുത്തുണ്ട്. ആ സാറിപ്പോ ഫോൺ ചെയ്തിരുന്നു. ഇല്ലൊന്നും പറ്റില്ല, ഞാൻ അങ്ങോട്ട് പോവാ. ആ സാർ വീട്ടിലേക്ക് കാര്യം അറിയിക്കണ്ട. ശരി സാർ. സോന, എഴുന്നേക്കണ്ട മിസ്റ്റർ സഞ്ജീവ്, കിടന്നോളൂ. ഇല്ല ഡോക്ടർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ റെസ്റ്റ് എടുത്തോളൂ സഞ്ജീവ്, ഓപ്പറേഷൻ കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഇനി എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? അതിനവര് സമ്മതിക്കുമോ? സ്വന്തം ഭാര്യയുടെ ജീവൻ രക്ഷിക്കാനും സ്വയരക്ഷയ്ക്കും വേണ്ടിയാണ് നീ പ്രകാശിനെ ഷൂട്ട് ചെയ്തതെന്ന് ഞാൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും പ്രശ്നം തീരുന്നില്ല. അറിയാം സാർ, എന്റെ ജീവൻ എടുത്തിട്ടേ അവരടങ്ങും. പക്ഷെ അതിനു മുമ്പ് ഞാൻ മറച്ചു വെച്ചൊരു സത്യം എന്റെ അച്ഛനോട് എനിക്ക് പറയണം. അതിനുശേഷം സാറിനോടും. സോന, സോന, ഹേ സോന.
കരയുന്നു. തൻ്റെ ഒരു ജേർണലിസ്റ്റ് അല്ലേ നീ? ഇതൊക്കെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം കാണിക്കണ്ടേ? എങ്ങനെയുണ്ടിപ്പോ? എനിക്കൊരു കുഴപ്പമില്ല. നിനക്കൊന്നും പറ്റിയിട്ടില്ല. ആ ജോത്സ്യം പറഞ്ഞ പച്ച കള്ളമാണെന്നിപ്പോ മനസ്സിലായില്ലേ? നമ്മളെ കൊല്ലാൻ ആർക്കും കഴിയില്ല. വീട്ടില് വിവരം അറിയിച്ചില്ലേ? ഇല്ല, ഓപ്പറേഷൻ കഴിയട്ടെ എന്ന് കരുതി. ഞാനിപ്പോ വിളിച്ചു പറയാം. മിസ്റ്റർ സഞ്ജീവൻ റൂമിലേക്ക് പോവാം. സോന കുറെ സമയം കൂടി ഇവിടെ ഒബ്സർവേഷനിൽ കിടക്കട്ടെ. സഞ്ജു, പേടിക്കണ്ട, ഹോസ്പിറ്റൽ മുഴുവൻ പോലീസ് പ്രൊട്ടക്ഷനില്ല. ഇങ്ങോട്ട് ആരും കയറി വരില്ല. നീ നിന്റെ പ്രതിജ്ഞ നിറവേറ്റി. നിന്റെ മോനെ നീ എസ് ഐ ആക്കി. അവനെ വെച്ച് നീ എന്നെയും എന്റെ കുടുംബത്തെയും നശിപ്പിക്കും അല്ലടാ? എന്താ പേടിച്ചു നോക്കുന്നത്? ഇത് കപ്പലാ. അയ്യപ്പൻ നായരുടെ ബഹുമാനാർത്ഥം അവസാന നിമിഷങ്ങൾ കപ്പലിലായിക്കോട്ടെ എന്ന് കരുതി. ഇത് പൊളിക്കാനിട്ടിരിക്കുന്ന കപ്പലാടാ, ഗുണ്ടകളുടെ സങ്കേതം. നീ പറഞ്ഞു നടക്കുമായിരുന്നല്ലോ ഞാൻ ഗുണ്ടകളുടെ നേതാവാണെന്ന്. ആ ഗുണ്ടകളുടെ വിശ്വരൂപം നിന്നെ ഞാനിന്ന് കാണിക്കാവടാ. എനിക്ക് പേടിയാണ് അപ്പൂപ്പ. നിന്റെ പേടി ഞാനിപ്പോ മാറ്റാവടി. ദാ സംസാരിക്കും നിന്റെ മോനോട്. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്യാൻ പറ. മോനെ, ഞാൻ റോഡിൽ നിന്ന് എന്നെ ചിന്നുമോളെ ഇത് റോഡിൽ പിടിച്ചോണ്ട് പോന്നു. മോളെ, എന്തിനാ കരയുന്ന? തന്തയുടെ കരത്തിൽ നീ ശരിക്കും കേട്ടല്ലോ. ആ തെണ്ടി ഇപ്പൊ എന്റെ മുന്നിലുണ്ടാ പന്നി. നിന്റെ ചിന്നുമോളുണ്ട്. രണ്ടിനെയും വെട്ടി നുറുക്കി പാസലായിക്കും ഞാൻ. അലറണ്ട, അലറിയ നിന്റെ തന്തയുടെ മരണം ഒരു നിമിഷം മുമ്പേ നടക്കും. അല്ലാതെ ഒരു ഗുണമില്ല. പക്ഷെ എനിക്ക് അയ്യപ്പൻ നായരെ വേണ്ട. എനിക്ക് നിന്നെ മതി. തന്തയോട് സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പൊ നിന്റെ മുറിയിലേക്ക് ഒരു ഡോക്ടറിന്റെ കമ്പൗണ്ടർമാർ വരും. അവർ എന്റെ ആൾക്കാരാ. ബഹളം വെക്കാതെ അവരോട് പോന്നാ നിനക്ക് നിന്റെ അച്ഛനെയും കുഞ്ഞിനെയും രക്ഷിക്കാം. അതല്ല നിന്റെ സ്ഥിരം നമ്പർ വല്ലതും എന്റെ അടുത്ത് ഇറക്കിയ ഞാൻ ഒറിജിനൽ അച്ഛനൊന്ന് ചെയ്തേ. ഓക്കെ 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 ഓക്കെ. ഇപ്പൊ വന്നവരുടെ കൂടെ അവര് പറയുന്നിടത്ത് നീ എത്തിക്കഴിഞ്ഞാൽ ആ നിമിഷം അവരെ വിട്ടിരിക്കും. ഫോണൊക്കെ പിന്നെ വിളിക്കാം. ഉടനെ ഒരു സ്കാനിങ് കൂടി വേണം. നടക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ വീൽചെയർ എടുക്കാം. ഞാൻ നടന്നോളാം. സാർ, ഞങ്ങൾ കൂടെ വരാം സാർ. വേണ്ട, ഞാൻ പോയിട്ട് വരാം. നിങ്ങളോട് വന്നോ.